PSC പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ മത്സരിക്കാനുള്ള അല്ലെങ്കിൽ അപേക്ഷിക്കാനുള്ള പ്രായം കൂട്ടിയിരിക്കുകയാണ്. ഇതിൻ്റെ ന്യായാന്യായങ്ങൾ ചർച്ച ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഒരു പ്രധാനപ്പെട്ട കാര്യം 40 വയസ്സ് എന്ന് പറയുന്ന പ്രായത്തിലേക്ക് 40 വയസ്സ് പൊതുവിഭാഗത്തിന് 36 വയസ്സെന്നുള്ളത് 40 വയസ്സായും OBC വിഭാഗത്തിലുള്ളവർക്ക് നിലവിലെ 39 നിന്ന് 3 വർഷത്തെ ഇളവുണ്ടായിരുന്നവർക്ക് 39 നിന്ന് 43 പട്ടിക വിഭാഗക്കാർക്ക് 41 നിന്ന് 45 വയസ്സ് വരെയും ഉയർത്തിയിട്ടുണ്ട്. വിധവകൾക്ക് നിലവിൽ 5 വർഷം പ്രായപരിധി ഇളവുണ്ട്. ഇവർക്ക് കൂട്ടിയ 4 വർഷത്തിൻ്റെ ആനുകൂല്യം ലഭിക്കും. അതുപോലെ നിലവിൽ 75 ലക്ഷം പേരാണ് PSCയിൽ ജോലിക്കായി ഒറ്റത്തവണ രജിസ്ട്രേഷൻ നടത്തിയിട്ടുള്ളത്. ഇവരിൽ 36 കഴിഞ്ഞ 40 വയസ്സ് വരെ എത്തിയ 16 ലക്ഷത്തോളം പേരുണ്ടാകും എന്നാണ് കണക്കൂട്ടുന്നത്. ഇവർക്ക് സർക്കാരിൻ്റെ തീരുമാനം പ്രയോജനം ചെയ്യുന്നതാണ്. ഇതിനോടൊപ്പം പെൻഷൻ പ്രായം കൂട്ടേണ്ടതാണെങ്കിലും തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കുന്നതിൽ പ്രതിഷേധമുണ്ടാകും എന്ന് കണക്കിലെടുത്തതാവാം സർക്കാർ അതിന് മുതിരാത്തത്. ആയുർദൈർഘ്യം വളരെ കൂടിയതിനാൽ എന്തായാലും അടുത്ത സർക്കാരിൽ ആ തീരുമാനം ഉണ്ടാകാൻ സാധ്യത ഉണ്ട് എന്നാണ്. പക്ഷേ അപ്പോൾ പെൻഷൻ നമ്മുടെ മത്സരിക്കുവാനുള്ള പ്രായം കൂട്ടി, അത് ഒരു വയസ്സ്. പക്ഷേ വീണ്ടും ഞാൻ പക്ഷേ പറഞ്ഞു. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം തികച്ചും വ്യക്തിപരമാണ് കേട്ടോ. ഇപ്പോൾ 16 ലക്ഷം പേർക്ക് 36 വയസ്സ് മുതൽ 40 വയസ്സ് വരെ കൂട്ടിയപ്പോൾ 16 ലക്ഷം പേർ കൂടി മത്സരിക്കാൻ പറ്റുമൊക്കെയാണ്. നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ഒരു മനുഷ്യൻ്റെ, അത് സ്ത്രീ ആയാലും പുരുഷനായാലും, ഏറ്റവും കർമ്മോത്സുകമായ പ്രായം എന്ന് പറയുന്നത് 40 വയസ്സിനകത്തല്ലേ? 17 വയസ്സിൽ 15 വയസ്സിൽ SSLC, 17 വയസ്സിൽ പ്രീ ഡിഗ്രി അല്ലെങ്കിൽ +2, 20 വയസ്സിൽ ഡിഗ്രി. SSLC മുതൽ 18 വയസ്സായാൽ അപ്ലൈ ചെയ്യാം. 18 വയസ്സ് മുതൽ അപ്ലൈ ചെയ്യാം എന്ന് പറഞ്ഞാൽ +2 കഴിഞ്ഞ് ഒരു വർഷം കൂടെ കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അപ്ലൈ ചെയ്യാം, ചെറിയ പോസ്റ്റുകൾ. പിന്നെ ഡിഗ്രി കഴിഞ്ഞാൽ വലിയ പോസ്റ്റ്, പിന്നെ PG. ഇങ്ങനെ 25 കറക്റ്റായിട്ട് ഒരാൾ 20 വയസ്സിൽ 5 വർഷം കൂടെ PhD, അതായത് 25-26 വയസ്സിൽ മാന്യമായി പോയാൽ ഒരാളിന് PhD വരെ എടുക്കാം. പക്ഷെ 40 വയസ്സിലെ ജോലി കിട്ടുകയുള്ളൂ. ഈ 14 വർഷം PSC എഴുതി അല്ലെങ്കിൽ 15 വർഷം PSC എഴുതി യാതൊരു പ്രയോജനമില്ലാതെ അവരുടെ മാനവ വിഭവശേഷി പ്രയോജനപ്പെടുത്താതെ പോകുന്നതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തേ കഴിയൂ. അതുകൊണ്ട് പെൻഷൻ പ്രായം കൂട്ടണോ, പെൻഷൻ പ്രായം കുറച്ചുകൂടെ നേരത്തെ കൂടുതൽ ആളുകൾക്ക് ജോലി കൊടുത്ത് മറ്റേ പെൻഷൻ പ്രായവും ഒറിജിനൽ പെൻഷൻ പ്രായവും 56 എന്നുള്ളത് കൂട്ടാതെ നിലനിർത്തി, കൊടുത്തു പോയതുകൊണ്ട് ഇനി നിലനിർത്തണം. അത് നിലനിർത്തി ഈ പരമാവധി ആളുകൾക്ക് ജോലി കൊടുക്കുന്ന ഒരു സ്ട്രാറ്റജിയിലേക്ക് പോകണോ എന്നുള്ളത് വലിയ ഗൗരവമായി ആലോചിക്കണം. 56 വയസ്സിൽ വരെ ജോലി ചെയ്തിരിക്കുന്ന പലർക്കും 50 വയസ്സ് കഴിഞ്ഞാൽ നല്ല പാക്കേജ് ഉൾപ്പെടുത്തി VRS കൊടുക്കണം. അവർ മനഃപൂർവ്വം കമ്പൽസറി VRS അല്ല, നല്ല പാക്കേജ് കൊടുക്കുമ്പോൾ ഇപ്പോൾ BSNL ഒക്കെ ചെയ്ത പോലെ നല്ല പാക്കേജ് കൊടുത്താൽ 50 വയസ്സ് വരെ ജോലി ചെയ്യുമ്പോൾ പലർക്കും പിരിഞ്ഞു പോകാൻ പറ്റും. അങ്ങനെ പിരിഞ്ഞു പോയാൽ വലിയ വേക്കൻസികൾ വരും. ഈ വേക്കൻസികൾ വരുന്നതിന് ഞാൻ വേറൊരു കൺസെപ്റ്റാണ് അവതരിപ്പിക്കുന്നത്. 50 വയസ്സ് കഴിഞ്ഞാൽ സ്വയം പിരിഞ്ഞു പോകുന്നവർക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ കൊടുക്കുന്ന, ഒരു ഇരട്ടി ആനുകൂല്യം കൊടുക്കുന്ന രീതിയിലേക്ക് ഗവൺമെൻറ് ചിന്തിച്ചാൽ ഒരുപാട് ആളുകൾ ജോലിയിൽ നിന്ന് രാജിവെച്ച് പോകും. അങ്ങനെ പോകുമ്പോഴുണ്ടാകുന്ന വേക്കൻസികളെല്ലാം ചെറിയ പ്രായത്തിലെ ഫില്ല് ചെയ്താൽ വളരെ വലിയ, ഇതൊരു കാലാനുസൃതമായി കൊണ്ടുവരേണ്ടുന്നൊരു പരിഷ്കാരമാണ്. ഇന്നിപ്പോൾ ഈ 36 വയസ്സുകാരെ 40 വയസ്സുകാരാക്കിയതിനെതിരെയുള്ള അല്ല നമ്മുടെ വീഡിയോ. വേറൊരു ചിന്തയാണ് നമ്മൾ വയ്ക്കുന്നത്. ചിന്ത ഇത്രയേ ഉള്ളൂ: 50 വയസ്സ് കഴിയുന്നവർക്ക് VRS എടുക്കാനുള്ള അവസരം കൊടുക്കുക, എന്നിട്ട് അവരുടെ സേവനം അല്ലാത്ത രൂപത്തിൽ കൺസോളിഡേറ്റഡ് പേ വല്ലതും വെച്ചുകൊണ്ട് അവരുടെ സേവനം പ്രയോജനപ്പെടുത്തുകയും ചെയ്യാം സർക്കാരിന്. അപ്പോൾ 50 വയസ്സ് വരെ ഒരാൾ ജോലി ചെയ്യുന്നു, 50 വയസ്സ് കഴിയുമ്പോൾ അദ്ദേഹത്തിന് എന്ത് കൊടുക്കണം? VRS എടുക്കാനുള്ള ഓപ്ഷൻ കൊടുക്കണം, നല്ല പാക്കേജ് കൊടുക്കണം. റിട്ടയർ ആവുന്നവരുടെ സർവീസ് പൂൾ, ഒരു ബാങ്ക്, ഗവൺമെൻറ് റിട്ടയർഡ് എംപ്ലോയീസിൻ്റെ ബാങ്ക് ഉണ്ടാക്കുകയും ആ ബാങ്കിൽ നിന്ന് പ്രായം കുറഞ്ഞവർക്ക് തുടങ്ങി പ്രായം കൂടിയവർക്ക്, 50 വയസ്സിൽ ഒരാൾ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ 50-ആം വയസ്സുകാരൻ, പിന്നെ 51, 52 ഇങ്ങനെ തുടങ്ങി എത്ര വയസ്സ് വരെയുള്ളവർക്കും ആരോഗ്യമുണ്ട്, ഹെൽത്ത് സർട്ടിഫിക്കറ്റ്, ആരോഗ്യം കൊണ്ടുവരുമെങ്കിൽ അവർക്ക് സർക്കാരിൽ തന്നെ ചെറിയ കൺസോളിഡേറ്റഡ് പേയ്മെൻറ്റ് കൊടുത്തും, ഇനി നല്ല പെൻഷൻ വാങ്ങുന്നവരാണെങ്കിൽ അവർക്ക് ഫ്രീ ആയി അവരെ സേവനം ഉപയോഗിക്കുന്ന സർവീസ് ബാങ്ക് തുടങ്ങാവുന്നതാണ്. അപ്പോഴുണ്ടാകുന്ന വേക്കൻസികളിലൊക്കെ നേരത്തെ ചെറിയ പ്രായത്തിൽ 30 വയസ്സിനകത്തെങ്കിലും ആളുകൾക്ക് ജോലി കൊടുക്കണം.
30 വയസ്സിനകത്ത് ജോലി കൊടുത്താൽ 20 വർഷം അവർക്ക് ജോലി ചെയ്യാൻ പറ്റും. അവരുടെ നല്ല പീക്ക് സമയത്ത് അവർ ജോലി ചെയ്യും. 50-ാമത്തെ വയസ്സിൽ മുതൽ അവർക്ക് VRS എടുക്കാം. 56 വയസ്സ് വരെ ജോലി ചെയ്യാം, പക്ഷേ 50-ാമത്തെ വയസ്സിൽ VRS എടുക്കാം. എന്നിട്ട് ഇത് സംഭവിക്കാൻ പോണത് 40-ാമത്തെ വയസ്സിൽ ജോലി കിട്ടുന്നു. ഇനി മറ്റു പലർക്കും വിളവുള്ളവർക്ക് 45-ാമത്തെ വയസ്സിലാണ് ജോലി കിട്ടുന്നത്. 45-ാമത്തെ വയസ്സിൽ ജോലി കിട്ടി 56-ാമത്തെ വയസ്സിൽ പിരിയുകയാണെങ്കിൽ ഇനി 60-ാമത്തെ വയസ്സിൽ പിരിഞ്ഞാലും 15 വർഷമാണ് അവർക്ക് സേവനം കിട്ടുന്നത്. അവർക്കത് പെൻഷനിലും വലിയ ബാധിക്കും. അതുകൊണ്ട് അവർക്ക് പ്രയോജനമില്ല, സമൂഹത്തിനും പ്രയോജനമില്ല. സമൂഹത്തിനും യാതൊരു പ്രയോജനമില്ല. കാരണം എന്താണ്? ഇവരുടെ സേവനം 45 വയസ്സ് വരെ അവർ സമൂഹത്തിൽ ഏറ്റവും കല്യാണം കഴിച്ച് കുഞ്ഞുങ്ങളുമൊക്കെ ആയി 45-ാം വയസ്സ് വരെ അവർ കാത്തിരിക്കണം. മറ്റതങ്ങനല്ല. പ്രത്യേകിച്ച് പെൺകുട്ടികളൊക്കെ ജോലി കിട്ടട്ടെ കല്യാണം കഴിക്കാമെന്നൊക്കെ പറഞ്ഞാൽ വലിയ സാമൂഹ്യ വിഷയങ്ങളുണ്ടാകും. അതുകൊണ്ട് നേരത്തെ ജോലി കിട്ടാനുള്ള 30 വയസ്സിനകത്ത് ജോലി കിട്ടാനുള്ള സംവിധാനം PSC ആലോചിക്കണം. അങ്ങനെ 30 വയസ്സിന് മുമ്പ് ജോലി കിട്ടിയാൽ അവർ 50 വയസ്സ് വരെ അവർക്ക് ജോലി ചെയ്യാം. 56 വരെ ചെയ്യാം, പക്ഷേ 50 വയസ്സിൽ അവർക്കൊരു VRS സ്കോപ്പ് കൊടുക്കുക. അപ്പോൾ നല്ല പാക്കേജ് കൊടുക്കുക അവർക്ക്. പിന്നെ 50-ലല്ല 50-ൽ 51-ൽ 52-ൽ 56 വരെ VRS സ്കോപ്പ് കൊടുത്തുകൊണ്ടിരിക്കുക. അവർക്ക് ആ VRSന് അവർക്ക് നല്ല പാക്കേജ് കൊടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ ഉള്ളതിനേക്കാൾ ഇരട്ടി പാക്കേജ് കൊടുത്താൽ ഒരുപാട് ആളുകൾ ആരോഗ്യപരമായും മറ്റു കാരണങ്ങളാലും ജോലിയിൽ നിന്ന് മാറിപ്പോകും. അങ്ങനെ റേസ് ചെയ്ത് വരുന്ന ജോലികൾ പരമാവധി ചെറുപ്പക്കാർക്ക് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ സംഭവിക്കാൻ പോണത് 45 വയസ്സ് വരെ പെൺകുട്ടികൾ ആൺകുട്ടികളെ പ്രത്യേകിച്ച് പെൺകുട്ടികളൊക്കെ PSC ടെസ്റ്റ് എഴുതി എനിക്ക് ജോലി കിട്ടിയിട്ട് കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞ് കയറിയിരുന്നാൽ പെൺകുട്ടികളുടെ ജീവിതം ഇല്ലാതാകും. 45 വയസ്സിലേ അവർക്ക് പിന്നെ കല്യാണം കഴിക്കാൻ കഴിയുകയുള്ളൂ. അതൊന്നും ഒരു സമൂഹത്തിന് ചേർന്ന തീരുമാനങ്ങളല്ല. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ജനസംഖ്യയുടെ കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. കുടുംബം, ജീവിതം, ജനസംഖ്യയൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഗവൺമെൻറ് ഒന്ന് മാറി ചിന്തിക്കും. ഇനിയിപ്പോൾ ഈ ഗവൺമെൻറ് ഇതിനൊന്നും സമയമില്ല. പുതിയ ഗവൺമെൻറ് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മാറി ചിന്തിക്കണം. പെൻഷൻ പ്രായത്തെ, സർവീസ് പ്രായത്തെ ഒന്ന് ക്രമീകരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ പെൻഷൻ പ്രായവും നമുക്ക് ക്രമീകരിക്കാൻ പറ്റും. അതനുസരിച്ച് ഇപ്പുറത്തുള്ള സർവീസ് എൻട്രി പ്രായവും ക്രമീകരിക്കാൻ പറ്റും. ഇതല്ലാതെ ഇതിപ്പോൾ 45 വയസ്സ് വരെ കൊടുത്തു, പിന്നെ 60 വയസ്സ് വരെ കൊടുത്തു, പിന്നെ 65 വയസ്സ് വരെ കൊടുത്തു. അത് വീണ്ടും ഒരു നാറാണത്ത് ഭ്രാന്തൻ്റെ പണിയായിരിക്കും ചെയ്യുന്നത്. അതിലേക്ക് സർക്കാരുകൾ പോകരുത്. സർക്കാർ ചെയ്യേണ്ടുന്നത് ഞാൻ ഈ പറഞ്ഞതുപോലെ വളരെ കൃത്യമായ ഒരു നടപടിയാണ് അതിനകത്ത് ഉണ്ടാവേണ്ടത്. അതുണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും PSC ഇപ്പോൾ നിൽക്കുന്ന 10-16 ലക്ഷം ആളുകൾക്ക് ഇതിൻ്റെ ഗുണം കിട്ടുന്നു എന്നറിയുന്ന സന്തോഷമാണ്. പക്ഷേ ഫ്യൂച്ചറിൽ ഒരു വലിയ പാക്കേജ്, വ്യത്യസ്തമായ ഒരു പാക്കേജ് PSCയും ഗവൺമെൻറ്റും ആലോചിക്കുമെന്ന് തന്നെ നമുക്ക് കരുതാം.